ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് പോകേണ്ടതായിട്ട് വരുന്നു. അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ, എന്തെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുന്നു. അത് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകേണ്ടതായിട്ടുള്ള അവസ്ഥ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ എന്തോ ഒന്ന് അവസാനിപ്പിച്ചത് പുതിയത് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഒരു സമയം നമ്മുടെ ഇമോഷൻസ് വളരെ ഹൈ ആയിരിക്കും. കാരണം ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു. അതിൻ്റേതായ ആ ഒരു ഇത് എനർജിയിലുണ്ടാകും. എക്സ്ട്രീമിലി നെഗറ്റീവ്, എക്സ്ട്രീമിലി പോസിറ്റീവ്, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ, മൂഡ് സ്വിങ് വരും. അപ്പോൾ ഈ ഒരു സമയം ദയവ് ചെയ്ത് ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകരുത്. നമ്മുടെ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ചാണ് നമ്മൾ ഒന്ന് അവസാനിപ്പിക്കാം, ഒന്ന് തുടങ്ങാം. കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഇനി വയ്യ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഇത് അവസാനിപ്പിക്കാമെന്ന്, എനിക്ക് ഈ ജോലി വേണ്ട, ഇയാളുമായിട്ടുള്ള ബന്ധം വേണ്ട, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ അപ്പോൾ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന്. കാരണം നമ്മൾ ആ സമയം നമ്മുടെ ഇമോഷൻസ് ഹൈ ആയതോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയതോ കാരണം നമ്മൾ ആവശ്യമില്ലാതെ പല തീരുമാനങ്ങളും എടുത്തു. പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, എനർജി ബാലൻസിലാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ന്യൂ മൂൺ, ഫുൾ മൂൺ, ആ ഒരു സമയത്തിൻ്റെ അടുത്തായിട്ട് ഒരു തീരുമാനവും നിങ്ങൾ തിടുക്കപ്പെട്ടെടുക്കാൻ പാടില്ല. ആ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, എൻ്റെ മനസ്സ് എന്താണോ എന്നോട് പറയുന്നത് അത് ഞാൻ ചെയ്യും, അങ്ങനെയായിരിക്കും തോന്നുന്നത്. പക്ഷേ അത് നമ്മളെ തെറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് പിന്നെ പിറകിലോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നും. ഇന്നൊരു ദിവസം ആ ഒരു എനർജി നിങ്ങൾ എങ്ങനെയെങ്കിലും ബാലൻസിൽ കൊണ്ടുപോകേണ്ടതാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ മോശമായ വാർത്ത ഇന്ന് കേൾക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ബാഡ് ന്യൂസ് കേൾക്കേണ്ടതായിട്ട് വരുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഓൾഡർ ലേഡി ഉണ്ട് എങ്കിൽ അവരുടെ എന്തെങ്കിലും അസുഖം ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ബാഡായിട്ടുള്ള ഒരു പെരുമാറ്റം സഹിക്കേണ്ടതായിട്ട് വരും. അവർ നിങ്ങളെ എന്തെങ്കിലും ബാഡ് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചേക്കാം, അത് നിങ്ങൾക്ക് കേൾക്കേണ്ട അവസ്ഥ വരിക. ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം എൻ്റെ ഭാഗ്യത്തിൽ ഒന്നും തന്നെ ഇല്ല, എൻ്റെ ഭാഗ്യം തലയിലെഴുത്ത് വളരെ മോശമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിനെ തന്നെ ചുമ്മാ മോശമായ വാക്കുകൾ കൊണ്ട് പറയുകയാണ്. അങ്ങനെ പറയാൻ പോകരുത്. നിങ്ങളുടെ ഭാഗ്യത്തിൽ നല്ലതെല്ലാം ഉണ്ട്. മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്കറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തലയിലെഴുത്ത് ശരിയല്ല അങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. തലവര ശരിയല്ല, ഓരോരുത്തർ പറയത്തില്ല എൻ്റെ തലവര ശരിയല്ല, എനിക്ക് ഒരു ഭാഗ്യവുമില്ല, എനിക്ക് എപ്പോഴും ദുഃഖം മാത്രം അനുഭവിക്കാനാണ് യോഗം, അങ്ങനെയൊക്കെ പറയത്തില്ല. അതൊന്നും ഇനി പറയരുത്. പോസിറ്റീവായിട്ട് പറയാനാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. ഇവിടെ ഭഗവാന് മാത്രമേ നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മന്ത്രം ജപിക്കുക, ഇല്ല എങ്കിൽ എന്തെങ്കിലും റെമഡീസ് ചെയ്യുക. അതിലും വിശ്വാസം ഉണ്ടായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതാണ് സംഭവിക്കുന്നതെന്ന് ഭഗവാനോട് പറയുക. അല്ലാതെ എല്ലാം എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വരുന്നത് നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിലെല്ലാം നല്ലതാണ് സംഭവിക്കുന്നത്, എല്ലാം സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചത് എന്ന് പറയുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവർ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്ത് വച്ചെന്ന് അതിലെല്ലാം ആരൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒബ്സ്റ്റിക്കിൾസ്, ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ വന്നിരിക്കുകയാണ്. ഇവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ലാസ്റ്റ് സക്സസ് ലഭിക്കും, വീട്ടുകാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാം, ഇങ്ങനെ ഈ രീതിയിൽ പ്ലാൻ ചെയ്യാം, അങ്ങനെ ഓരോന്ന് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ അതിലെല്ലാം ഇപ്പോൾ ആരോ വെള്ളം ഒഴിച്ച പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ എല്ലാ പ്ലാനും പോയി. ഇവർ വിചാരിച്ച പോലെ കാര്യം നടക്കാത്തതുകൊണ്ട് വളരെ വിഷമിച്ച അവസ്ഥയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെയും കാട്ടി നല്ലൊരു എനർജിയിലാണുള്ളത്, പാർട്ടി മൂഡിലാണുള്ളത്, സെലിബ്രേഷൻ്റെ മൂഡിലാണുള്ളത്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് അവർ ഉറപ്പായിട്ടും പാർട്ടിക്ക് പോകും ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓം നമഃ ശിവായ.